ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ നിങ്ങളുടെ സ്വന്തം സുമ. നമുക്കിന്നൊരു ചെറുപയർ പരിപ്പ് പായസം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പ് നല്ലപോലെ കഴുകി വറുത്ത് പുളിയുറുമ്പിൻ്റെ നിറാവുന്നത് വരെ വറുക്കണം. അതിനുശേഷം അതൊരു കുക്കറിലിട്ട് ഒറ്റ വിസിൽ വരുത്തുക. അപ്പോൾ അത് കറക്റ്റ് പാകമായിട്ട് വരും. നമ്മൾ മറ്റൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ വേവിച്ച് വെച്ച പരിപ്പ് ചെറുപയർ പരിപ്പ് ഇട്ടിട്ട് നന്നായി വറ്റിക്കുക. എന്നിട്ട് അതിലേക്ക് ശർക്കര ഉരുക്കിയ നീരൊഴിക്കുക. ശർക്കര ഉരുക്കിയ നീരൊഴിച്ചിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ച് കുറുകി വരുമ്പോൾ നമുക്ക് നാളികേരത്തിൻ്റെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതും നന്നായിട്ട് കുറുകി വറ്റി വരുമ്പോൾ നാളികേരത്തിൻ്റെ ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുത്തൊരു 5-10 മിനിറ്റ് പിന്നെ അധികം തിളപ്പിക്കേണ്ട, ചെറിയ രീതിയിൽ ഒന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിക്കുക. നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് മറ്റൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിന് മുന്നേ നമുക്കിതിൽ ഏലക്കായും ചുക്കും ജീരകം കൂടി ഒരുമിച്ച് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മറ്റൊരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് ഈ വേവിച്ച് വെച്ച നമ്മുടെ ചെറുപയർ പരിപ്പ് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ പരിപ്പ് പായസമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല സ്വാദാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി ഞാൻ വരും. അതുവരെ കാത്തിരിക്കൂ.